കൃപാസനം പത്രം ഓഗസ്റ്റ് 2026 പാർട്ട് 2 സിസ്റ്റർ ജോമോളുടെയും ശ്രീ ആർ വിജയകുമാറിൻ്റെയും സന്ദേശം. സിസ്റ്റർ ജോമോളുടെ സന്ദേശം: കേൾക്കുന്ന വചനവും അനുഭവവും പൊരുത്തപ്പെടാതെ വരുമ്പോൾ വചനത്തിൽ തന്നെ മുറുകെ പിടിക്കുക. എൻ്റെ സമർപ്പണ ജീവിതത്തിൽ എന്നെ ഏറ്റവും ബലപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രബോധന ധ്യാനങ്ങളിലെ ഒരു സന്ദേശമാണിത്. അതെ, കേൾക്കുന്ന വചനവും അനുഭവവും പൊരുത്തപ്പെടാതെ വരുമ്പോൾ വചനത്തിൽ തന്നെ മുറുകെ പിടിക്കുക. 2020 കഴിഞ്ഞപ്പോഴാണ് നീണ്ട 8 വർഷത്തെ കൃപാസന ശുശ്രൂഷകൾക്ക് ശേഷം ഈശോ എനിക്കൊരു ദൈവിക സന്ദേശം നൽകുന്നത്. സന്ദേശം ഇതാണ്: 2025 നിന്റെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു വർഷമായിരിക്കുമെന്ന്. ഈ നാളുകളിലൊക്കെയും കൃപാസനത്തിൽ ഒരു സന്യസ്ത സമൂഹം ആരംഭിക്കുന്നതിന് വേണ്ടി സന്യസ്തരാകണമെന്ന് പറഞ്ഞ് കൃപാസനത്തിൽ വന്നവരാരും തന്നെ കൃപാസനത്തിൻ്റെ ക്യാരീസവുമായി യോജിപ്പുള്ളവരായിരുന്നില്ല. അങ്ങനെ 2025 വന്നു. ദൈവം മുൻകൂട്ടി പറഞ്ഞ വർഷമായിരുന്നതുകൊണ്ട് ഞാൻ ആ വർഷം വലിയ ആധ്യാത്മിക ഒരുക്കത്തിലായിരുന്നു. റൂമിൽ പ്രതിഷ്ഠിച്ചിരുന്ന കൃപാസനം മാതാവിനെ നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം മാതാവ് ബിഷപ്പിന് ഒരു കത്തെഴുതാൻ പറഞ്ഞു. എൻ്റെ നിലവിലെ എല്ലാ അവസ്ഥകളെയും സൂചിപ്പിച്ചുകൊണ്ട് പിതാവിന് ഞാൻ കത്തയച്ചു. എന്നെ ഉടനെ പിതാവ് വിളിപ്പിച്ചു. തുടർന്നുള്ള സാഹചര്യങ്ങളിലെല്ലാം കൃപാസന മാതാവ് എൻ്റെ കൂടെ നിന്നു. ദൈവപിതാവ് മുൻകൂട്ടി പറഞ്ഞതനുസരിച്ച് എൻ്റെ സമർപ്പണ കൂദാശ പരികർമ്മം 2025 തന്നെ നടന്നു. ആവേ മരിയ. ഇത് ഞാൻ എഴുതുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതെ, വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതം നടക്കും. ഇപ്രകാരം ഉടമ്പടി വഴി കൃപാസനം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഒരു ദൈവ പൈതൽ തിരിച്ചറിയേണ്ടത് ഇത് നിന്നെ ദൈവം ആദ്യ സ്നേഹത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നതാണ് എന്നാണ്. വെളിപാട് 2:4. അടയാളങ്ങൾ നേരിട്ട് കാണുമ്പോൾ, വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം. ശ്രീ ആർ വിജയകുമാറിൻ്റെ സന്ദേശം: ദൈവസ്നേഹം നിറയാൻ വേണ്ടത് ആത്മാവിൽ എളിമ, അനുതാപം, ഭയം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി മാറ്റും. ഏശയ്യ 66:2. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. നമ്മൾ എന്ത് ചെയ്താലും 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ആത്മാവിൽ എളിമ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് കൊടുക്കുകയാണ്. അനുതാപമാണ് ദൈവവുമായിട്ട് അടുപ്പിക്കുക. പിന്നെ ദൈവഭയം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം എൻ്റെ ദൈവം അറിയുന്നു. ഞാൻ പ്രവർത്തിക്കുന്നതിൻ്റെ എല്ലാം ഉത്തരം ഞാൻ ദൈവത്തോട് പറയേണ്ടി വരും. അതിന് ഭയം വേണം. ലൂക്ക 12:4. എൻ്റെ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ സിവിൽ സപ്ലൈസിൽ ബിസിനസ് തുടങ്ങിയ കാലത്ത് കയ്യിൽ പൈസ കുറവായിരുന്നു. ബിസിനസ്സിൽ പൈസ ഇടാമെന്ന് പറഞ്ഞ് ബോംബെയിൽ നിന്ന് ഒരു വലിയ മുതലാളിയെ ഒരാൾ കൊണ്ടുവന്നു. അവരെ കൊണ്ട് ടെൻഡർ ഇടിയിപ്പിച്ച് അവർ എനിക്ക് ടെൻഡറിന് സാധനം തരും. അവർ ഇവിടെ വന്ന് സിവിൽ സപ്ലൈസിൽ MDA എല്ലാം കാണിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അവർ 2 പേരും മദ്യപിച്ചിട്ടുണ്ട്. അവിടെ അവരുടെ മുമ്പിൽ വെച്ച് എന്നെക്കുറിച്ച് അയാൾ പറഞ്ഞത്, നിങ്ങൾ ചതിയിൽ പെട്ടിരിക്കുകയാണ് എന്നാണ്. അവരത് വിശ്വസിച്ചു. എനിക്ക് വലിയ സങ്കടമായി. ഞാൻ ഈശോയിലും മാതാവിലും വിശ്വസിച്ചു. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ ഈശോ എൻ്റെ ഹൃദയം കണ്ടിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവർ എൻ്റെ അടുത്ത് കച്ചവടത്തിന് വേണ്ടി വന്നു.